ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃണാവർത്ത മോക്ഷമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു ദിവസം യശോദ കുഞ്ഞിനെ മടിയിൽ കിടത്തി തലോടുകയായിരുന്നു. പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഭാരം വർദ്ധിക്കുന്നതായി തോന്നി. താങ്ങാനാവാത്ത വിധം ഭാരം വർദ്ധിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ യശോദ കുഞ്ഞിനെ തറയിൽ കിടത്തി. അല്പം കഴിഞ്ഞ് യശോദ മാതാവ് വീട്ടുജോലികളിൽ മുഴുകുകയും ചെയ്തു. അപ്പോൾ കംസന്റെ നിർദ്ദേശമനുസരിച്ച് കിങ്കരന്മാരിൽ ഒരുവനായ തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷനായി. അവൻ കുട്ടിയെ തോളിലേറ്റിക്കൊണ്ട് വൃന്ദാവനത്തിലെമ്പാടും പൊടിപടലം പറത്തുന്ന ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. ഇതിൻ്റെ ഫലമായി ഏതാനും നിമിഷത്തിനുള്ളിൽ എല്ലാവരുടെയും കണ്ണിൽ പൊടി നിറഞ്ഞു. വൃന്ദാവനം മുഴുവനും ഇരുളിലാണ്ടു. ആർക്കും ഒന്നും കാണാൻ വയ്യാതായി. ഈ മഹാവിപത്തിൽ കാറ്റ് തട്ടിക്കൊണ്ടുപോയ തൻ്റെ ശിശുവിനെ യശോദയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൾ ദയനീയമായി നിലവിളിക്കാൻ തുടങ്ങി. യശോദയുടെ ദയനീയമായ നിലവിളി കേട്ട് ഗോപീജനങ്ങൾ ഒന്നടങ്കം ഓടിയെത്തി. കുട്ടിയെ അന്വേഷിച്ചു തുടങ്ങി. പക്ഷേ അവർക്ക് കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ശിശുവായ കൃഷ്ണനെ തോളിലെടുത്തുകൊണ്ട് തൃണാവർത്തൻ ആകാശത്തിൽ ഉയർന്നു പൊങ്ങി. എന്നാൽ കൂടുതൽ വേഗത്തിൽ ഗതി തുടരാൻ വയ്യാത്ത മട്ടിൽ കുട്ടിയുടെ ഭാരം പെട്ടെന്ന് വർദ്ധിച്ചു. അതിനാൽ ചുഴലിക്കാറ്റ് കൊണ്ടുള്ള വേലത്തരങ്ങൾ അവനെ നിർത്തേണ്ടി വന്നു. ശിശുവായ കൃഷ്ണന്റെ ഭാരം അതിവേഗം വർദ്ധിച്ചതിൻ്റെ ഫലമായി അസുരന്റെ ഗതി താഴോട്ടായി. ഭഗവാൻ അവൻ്റെ കഴുത്തിൽ പിടികൂടി. ആ കുഞ്ഞിന് ഒരു പർവ്വതത്തിൻ്റെ ഭാരമുള്ളതുപോലെ തൃണാവർത്തന് തോന്നി. അവൻ കുഞ്ഞിൻ്റെ പിടിയിൽ നിന്ന് കുതറി ചാടാൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഭീകരമായി അലറിക്കൊണ്ട് അവൻ വൃന്ദാവനത്തിൻ്റെ മണ്ണിൽ വീണ് മൃതിയടഞ്ഞു. ഭഗവാൻ ശിവന്റെ അമ്പേറ്റ് വീണ ത്രിപുരാസുരനെ പോലെ കൽത്തറയിൽ വന്നു വീണു. അവൻ്റെ അവയവങ്ങൾ തകർന്ന് തരിപ്പണമായി. വൃന്ദാവനവാസികൾക്ക് മുഴുവൻ അവൻ്റെ ദേഹം ദൃശ്യമായി. കൊല്ലപ്പെട്ട അസുരന്റെ ശരീരത്തിൽ ഉല്ലാസത്തോടെ കളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണനെ കണ്ട ഗോപികമാർ അതീവ വാത്സല്യത്തോടെ അവനെ വാരിയെടുത്തു. പ്രിയപ്പെട്ട കൃഷ്ണനെ തിരിച്ചു കിട്ടിയതിൽ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഈ സംഭവത്തിനു ശേഷം ഒരു ദിവസം യശോദ കുഞ്ഞിന് പാല് കൊടുക്കാനായി വിരലുകൾ കൊണ്ട് വായ തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ വായിൽ ഈ പ്രപഞ്ച പ്രത്യക്ഷം മുഴുവനും ദൃശ്യമായി. ജ്യോതിർഗോളങ്ങൾ, സർവ്വദിശകളിലുമുള്ള താരാഗണങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, സമുദ്രങ്ങൾ, ദ്വീപുകൾ, പർവ്വതങ്ങൾ, വനങ്ങൾ എന്നു വേണ്ട സർവ്വചരാചരങ്ങളെയും കൃഷ്ണൻ്റെ വായിൽ കാണുവാൻ കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ യശോദയുടെ ഹൃദയം ശക്തിയായി ഇടിച്ചു തുടങ്ങി. യശോദ ഉള്ളിൽ മന്ത്രിച്ചു, എന്തൊരത്ഭുതം! ആ മാതാവിന് ഒന്നും മിണ്ടാനായില്ല.